നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് നിയമസഭ ചർച്ച ചെയ്യും. അമൽ തേനമ്പറമ്പനാണ് വിവരങ്ങളുമായുള്ളത്. അമൽ, തുടർച്ചയായ രണ്ടാം ദിവസവും അടിയന്തര പ്രമേയ ചർച്ച നിയമസഭയിൽ നടക്കുകയാണ്. ഇന്നലെ പോലീസ് മർദ്ദനമായിരുന്നുവെങ്കിൽ ഇന്ന് അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. സംസാരിക്കുന്നവരുടെ പട്ടിക ആയോ? എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ചർച്ച? അമൽ, അമീബിക് മസ്തിഷ്ക ജ്വരം ഇന്ന് നിയമസഭ ചർച്ച ചെയ്യുകയാണ്. അടിയന്തര പ്രമേയമായി ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചു. അടിയന്തര പ്രമേയത്തിൽ ചർച്ചയാകാം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അമൽ, പറഞ്ഞോളൂ. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എൻ ഷംസുദ്ദീൻ MLA ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. ഈ വിഷയം സഭയിലേക്ക് എത്തുമ്പോൾ ആരോഗ്യമന്ത്രി മറുപടി നൽകിയത് ഈ വിഷയത്തിൽ ചർച്ചയാകാം, പൊതുജനാരോഗ്യം സംബന്ധിച്ച വിഷയമാണ്. മാത്രമല്ല, ഇത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ചില അതിന്റെ വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടക്കും. 12 മണി മുതൽ 2 മണി വരെയായിരിക്കും ചർച്ചയുണ്ടാവുക. ഈ സഭാ സമ്മേളന കാലയളവിൽ ആദ്യ ദിവസം അനുശോചന സമ്മേളനമായിരുന്നു. അനുശോചനങ്ങൾ പ്രതിനിധികൾക്ക് അനുശോചനം അർപ്പിച്ച് സഭ പിരിഞ്ഞു. പിന്നീട് വന്ന ദിവസം, അതായത് ഇന്നലെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകി, ഇന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകുകയാണ്. അങ്ങനെ തുടർച്ചയായ രണ്ടാം ദിവസവും സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നു. വിശദമായ ചർച്ച തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും. നിലവിൽ ആശങ്ക ആളുകൾക്കിടയിൽ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. കാരണം 67 കേസുകൾ ഈ വർഷം മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ 17 പേർ മരണപ്പെടുന്നു എന്നുള്ള ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് മോശം വെള്ളത്തിൽ, കെട്ടിക്കിടക്കുന്ന ഒഴുകാത്ത വെള്ളത്തിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പടരാനുള്ള സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ അത് ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യത എന്നുള്ളതാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത തിരുവനന്തപുരത്ത് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ആളുകൾക്ക് പോലും, അതായത് ക്ലോറിനേറ്റഡ് വാട്ടറിൽ കുളിച്ച, ആ വെള്ളത്തിൽ കുളിച്ച ആളുകൾക്ക് പോലും ഈ പ്രശ്നം ഉണ്ടാവുകയാണ്. അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ചർച്ചയായി മാറുന്നു. അതിനാൽ തന്നെയാണ് ആളുകളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി ചർച്ചയാകാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാരും എത്തിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വിശദമായി തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം തടയാൻ, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ എന്തായാലും ഇതിന്റെ ഉറവിടം സംബന്ധിച്ച കാര്യത്തിൽ പോലും ആരോഗ്യവകുപ്പിന് ഒരു വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ എന്ത് മറുപടി മന്ത്രിയിൽ നിന്നും ഉണ്ടാകും ഈ വിഷയങ്ങളിലൊക്കെ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. 12 മണി മുതലാകും എന്തായാലും ചർച്ച നടക്കുക. തീർച്ചയായും രണ്ടാമത്തെ ദിവസവും നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടക്കുകയാണ്. 12 മണി മുതൽ 2 മണി വരെയാണ് ചർച്ച. എൻ ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ചർച്ചയാകാമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയെ അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് 12 മണി മുതൽ 2 മണി വരെ അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാന നിയമസഭ ചർച്ച ചെയ്യും.